പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്ന WWE അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ ബാക്ക്ലാഷ് 2026 മാച്ച് കാർഡ് പ്രൊഡിക്ഷൻസ് ആണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ബാക്ക്ലാഷ് 2026 5 മത്സരങ്ങളും ഒരു സെഗ്മെൻറ്റുമാണ് നിലവിൽ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുള്ളത്. അതിൽ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളും ചാമ്പ്യൻഷിപ്പ് അല്ലാത്ത മത്സരങ്ങളും കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞായറാഴ്ച മെയ് 10 പുലർച്ചെ 3:30 മുതലാണ് നമുക്ക് ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻ്റ് ലൈവ് കാണാൻ സാധിക്കുന്നത്. റസൽമേനിയ പോലെ തന്നെ സമയത്തിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ നേരത്തെ എഴുന്നേൽക്കേണ്ടി വരും ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻ്റ് കാണാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും ഈ ഒരു ഷോ ഉണ്ടായിരിക്കുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റ്സ്. അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻ്റ് നമുക്ക് എങ്ങനെ ലൈവ് കാണാൻ സാധിക്കുമെന്നാണ്. നെറ്റ്ഫ്ലിക്സിലൂടെ കാണാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നെറ്റ്ഫ്ലിക്സ് അല്ലാതെ കാണാൻ ഉദ്ദേശിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ലൈവ് കാണാനുള്ള മറ്റ് വെബ്സൈറ്റുകളുടെ ലിങ്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ പ്രൊഡിക്ഷനിലേക്ക് കടക്കാം. ഒന്നാമതായി നമ്മൾ നോക്കുന്നത് സൂപ്പർ താരമായ ജോൺ സിനയുടെ ആ സർപ്രൈസ് സെഗ്മെൻറ്റ് എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ജോൺ സിനയുടെ അപ്പിയറൻസ് മുൻകൂട്ടി അനൗൺസ് ചെയ്ത WWE അതിൽ ഒരു ആകാംക്ഷ നിറച്ചു വെച്ചിട്ടുള്ളത് ജോൺസിന എന്താണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ജോൺസിനെയും WWE ഒരുപോലെ പറയുന്നത് ഇത് സൂപ്പർ സ്റ്റാർസിനും ഫാൻസിനും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു അനൗൺസ്മെൻ്റ് ആയിരിക്കും. ജോൺസിന തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പറഞ്ഞിട്ടുള്ളത് ഇതൊരു ഹിസ്റ്ററി മേക്കിംഗ് അനൗൺസ്മെൻ്റ് ആയിരിക്കും എന്നാണ്. അതായത് ചരിത്രം കുറിക്കാൻ പോകുന്ന എന്തോ ഒരു പുതിയ അപ്ഡേറ്റ് എന്നുള്ള നിലയിലാണ് അവർ ഈ ഒരു സെഗ്മെൻറ്റിന് ഹൈപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഒരു പുതിയ ആപ്ലിക്കേഷൻ അത് സൂപ്പർ സ്റ്റാർസിനും ആരാധകർക്കും ഒരുപോലെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ ആപ്ലിക്കേഷൻ ആയിരിക്കും മിക്കവാറും ജോൺസിന ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് ആയിരിക്കും ജോൺസിന നടത്താൻ പോകുന്നത്. അല്ലാതെ ജോൺസിന ഒരു മത്സരത്തിൽ ഇറങ്ങുന്നതോ അല്ലെങ്കിൽ അത് വീണ്ടും റിട്ടേൺ ചെയ്യുന്നതോ എന്നുള്ള ഒരു തരത്തിലേക്കുള്ള ഒരു ന്യൂസ് ഒന്നും ആരും പ്രതീക്ഷിക്കേണ്ട. ഈ ഒരു അപ്ഡേറ്റ് ആണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പ്രൊഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്നാമത്തെ മാച്ച് കാർഡ് പ്രൊഡിക്ഷനായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇയോ സ്കൈ വേഴ്സസ് ആസ്ക തമ്മിലുള്ള മത്സരമാണ്. നമ്മൾ കുറച്ച് കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോറിയാണ് ഈ കബൂക്കി വാരിയേഴ്സ് ടീം അംഗമായ ആസ്കയും അതുപോലെ തന്നെ ഇയോ സ്കൈയും തമ്മിലുള്ള മത്സരം. കൈറി സെയിൻ കമ്പനിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് കൊണ്ട് തന്നെ ഈ കബൂക്കി വാരിയേഴ്സിലെ ഈ ടീമിൻ്റെ സ്റ്റോറിയൊന്നും അവർ ഇനി കൊണ്ടുപോകില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഇവർക്ക് തമ്മിലുള്ള ഒരു സിംഗിൾസ് മാച്ച് വെച്ചിട്ടുള്ളത്. മത്സരം ഗംഭീരമായിരിക്കും എന്നുള്ളതിൽ ആർക്കും യാതൊരുവിധ സംശയവും ഉണ്ടായിരിക്കില്ല. പ്രൊഡിക്ഷൻ ഞാൻ പങ്കുവെക്കുന്നത് ഇയോ സ്കൈ വിജയിക്കുമെന്നാണ്. ഇയോ സ്കൈ വിജയിച്ച് വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ കണ്ടൻഡറിലേക്ക് പോകുന്നതായിട്ടുള്ള ഒരു പ്ലാൻ ചിലപ്പോൾ നടത്തിയേക്കാം. അതിനേക്കാൾ ഉപരി വുമൻസ് ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു സ്റ്റോറി ലൈനിലേക്കും ഇയോ സ്കൈ കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ബെക്കി ലഞ്ചിനെതിരെയുള്ള ഒരു മത്സരത്തിൽ ആസ്കയുടെ ഇടപെടൽ മൂലമാണ് ഇയോ സ്കൈ പരാജയപ്പെട്ടത്. അപ്പോൾ ആസ്കയ്ക്കെതിരെയുള്ള ഒരു മത്സര വിജയം പിന്നീട് ബെക്കി ലഞ്ചിൻ്റെ ചാമ്പ്യൻഷിപ്പിന് എതിരെ പോകുന്ന ഒരു ചലഞ്ചർ എന്നുള്ള ഒരു നിലയിലേക്ക് ഇയോ സ്കൈക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഒരു ഗംഭീര മാച്ച് പ്രതീക്ഷിക്കാം. ഈ ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മാച്ചായിട്ട് ഈ ഒരു സിംഗിൾസ് മാച്ച് മാറാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് ആർക്കൊപ്പമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ മാച്ചായി നമ്മൾ നോക്കുന്നത് നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ട്രിക് വില്യംസ് അദ്ദേഹത്തിൻ്റെ ആദ്യ ടൈറ്റിൽ ഡിഫൻസ് സാമി സെയിനെതിരെ നടത്തുന്ന മത്സരത്തെ സംബന്ധിച്ചാണ്. റസൽമേനിയ 42 നടന്ന മത്സരത്തിൻ്റെ ഒരു റീമാച്ച് ആയിട്ടാണ് ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് ഈ ഒരു മത്സരം കൺഫേം ചെയ്തിട്ടുള്ളത്. ഇതിൽ വലിയ വ്യത്യാസം വന്നിട്ടുള്ളത് സാമി ഹീലായ പോലെയും ട്രിക് വില്യംസ് ഫേസ് ആയ പോലെയുമാണ് സ്റ്റോറി ഇവിടം വരെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഒരു സ്മാക്ഡൗൺ എപ്പിസോഡ് ബാക്കിയുണ്ട് ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിന്. അപ്പോൾ അതിൽ നടക്കുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ച് ആർക്കാണ് വിജയസാധ്യത എന്നുള്ളത് നമുക്ക് അടിവരയിട്ടുകൊണ്ട് പറയാൻ സാധിക്കും. എന്തായാലും നിലവിലെ ഈ ഒരു പോക്ക് അനുസരിച്ച് ട്രിക് വില്യംസ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. കാരണം അദ്ദേഹം ഒരു യുവ താരമാണ്. കൂടാതെ അദ്ദേഹത്തിന് നല്ലൊരു ക്രൗഡ് സപ്പോർട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ സാമി ഹീലായിട്ടുള്ള കഥാപാത്രത്തിൽ നിന്ന് നല്ല സ്റ്റോറി, അതും ചാമ്പ്യൻഷിപ്പിൽ അല്ലാത്ത രീതിയിലുള്ള സ്റ്റോറി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ ആരാധകരും. അതുകൊണ്ട് തന്നെ സാമിയെ വീണ്ടും ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ ആക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് ക്രിയേറ്റീവ് ടീമിന് നല്ലതുപോലെ അറിയാം. അങ്ങനെ കാര്യങ്ങൾ എല്ലാതും ട്രിക് വില്യംസിന് അനുകൂലമാണ്. അപ്പോൾ ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ട്രിക് വില്യംസിൻ്റെ ആദ്യ ടൈറ്റിൽ ഡിഫൻസിൽ സക്സസ്ഫുള്ളായി സാമി സെയിനെ പിൻഫോളിലൂടെ തന്നെ ക്ലീനായി തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
മൂന്നാമത്തെ മാച്ച് ജോൺസണയുടെ ആ സർപ്രൈസ് അനൗൺസ്മെൻറ്റ് എന്നുള്ളതുപോലെ തന്നെ മറ്റൊരു സർപ്രൈസ് ഘടകം ഈ ബാക്ക്ലാഷിലേക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് ആരായിരിക്കും ഡെൻ ഹാൻസൻ്റെ ആ മിസ്റ്ററി പാർട്ട്ണർ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ഒരു മാച്ച് കാർഡ് പ്രഡിക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്മാക്ഡൗൺ ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ ഡെൻ ഹാൻസൻ്റെ ആ ഒരു പാർട്ട്ണറിനെ ഇനി അവർ മുൻകൂട്ടി അനൗൺസ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. എന്തായാലും മിസ്റ്ററി പാർട്ട്ണറായിട്ടാണ് ആ ഒരു മാച്ച് കാർഡും ആ ഒരു സ്റ്റോറിയും അവരിപ്പോൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഡെൻ ഹാൻസനും അദ്ദേഹത്തിൻ്റെ മിസ്റ്ററി പാർട്ട്ണറും നേരിടാൻ പോകുന്നത് ദ മിസ്, കിറ്റ് വിൽസൺ തുടങ്ങിയവർ. എന്തായാലും ഡെൻ ഹാൻസൺ ആരെ കൊണ്ടുവന്നാലും ഡെൻ ഹാൻസന്റെ ആ ടീം തന്നെയാണ് വിജയിക്കാൻ സാധ്യത എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. കൂടാതെ ഞാൻ കാണുന്ന രണ്ട് ഒരു സർപ്രൈസ് മിസ്റ്ററി പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് അതിൽ ഒന്ന് പവർ ഹൗസ് ഹോപ്സ് എന്ന് അറിയപ്പെട്ടിരുന്ന ഇപ്പോൾ റോയ്സ് കീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന റെസ്ലറാണ്. അപ്പോൾ റോയ്സ് കീസ് ഒരു മിസ്റ്ററി പാർട്ട്ണറായിട്ട് വന്ന് ഡെൻ ഹാൻസിൻ്റെ ഒപ്പം ടാഗ് ടീം മത്സരം കളിക്കുകയും ഒരു സ്ക്വാഷ് മാച്ചോട് കൂടിയിട്ട് ഈ മിസ്, കിറ്റ് വില്യൻസിനെ പരാജയപ്പെടുത്തുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. മറ്റൊരു ഓപ്ഷൻ ഞാൻ കാണുന്നത് ഒബാഫെമിയാണ്. ഒബാഫെമിക്ക് നിലവിൽ കൃത്യമായിട്ടുള്ളൊരു എതിരാളിയില്ല. താരം ഇപ്പോൾ ഓപ്പൺ ചലഞ്ചുകളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒബാഫെമിയെയും ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ഒരു മിസ്റ്ററി പാർട്ട്ണറായിട്ട് കൊണ്ടുവന്നേക്കാം. ആര് വന്നാലും ഡെൻ ഹാൻസിൻ്റെ ടീമാണ് വിജയിക്കാൻ പോകുന്നത്. എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു ടാഗ് ടീം മത്സരം ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ പ്രഡിക്ഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാലാമത്തെ മത്സരമായി നമ്മൾ നോക്കുന്നത് സെത്രോൺസ് വേഴ്സസ് ബ്രോൺ ബ്രേക്കർ തമ്മിലുള്ള ഒരു മത്സരമാണ്. നമ്മൾ ഏറെ കാലമായി കാത്തിരിക്കുന്ന ആ ഒരു ഡ്രീം മാച്ച് NXTയിൽ ഒരു വട്ടം നടന്നതാണെങ്കിൽ കൂടിയും ആ ഒരു ഡ്രീം മാച്ച് നമുക്ക് ഇപ്രാവശ്യം ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിലാണ് സമ്മാനിക്കുന്നത്. അപ്പോൾ ഈ ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റ് ആരംഭിക്കുന്നത് ഈ മത്സരത്തോട് കൂടിയിട്ടായിരിക്കും എന്നുള്ളതും WWE നിലവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം ESPN 2 എന്ന് പറയുന്ന ചാനലിൽ ആദ്യത്തെ മണിക്കൂർ അമേരിക്കയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് റസൽമീനിയ പോലെ തന്നെ ബാക്ക്ലാഷിലും അവർ തുടരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് രണ്ട് മത്സരങ്ങൾ, ആദ്യ മണിക്കൂറിൽ രണ്ട് മത്സരങ്ങളാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്ന് ഈ സെത്രോൺസ് വേഴ്സസ് ബ്രോൺ ബ്രേക്കർ തമ്മിലുള്ള മത്സരമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. അപ്പോൾ ഏകദേശം മാച്ച് ഓർഡർ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നമ്മൾ കാത്തിരിക്കുന്ന ഏറ്റവും ആവേശം നിറഞ്ഞ മത്സരങ്ങളിൽ ഒന്നും സെത്തും ബ്രോൺ ബ്രേക്കറും തമ്മിലുള്ള മത്സരമാണ്. ദ വിഷൻ എന്ന് പറയുന്ന ടീമിൻ്റെ ഇടപെടലൊക്കെ നമുക്ക് ഈ ഒരു മത്സരത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ക്ലീനായി എന്തായാലും ഈ ഒരു മത്സരം അവസാനിക്കില്ല. ഇനിയിപ്പോൾ ക്ലീനായി അവസാനിച്ചാൽ തന്നെ വലിയൊരു ഫൈറ്റ് മത്സരശേഷം നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് എന്ന് പറയുന്ന ടീമിൻ്റെയൊക്കെ ഇടപെടൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ സംഭവബഹുലമായിട്ടുള്ള രംഗങ്ങളിലൂടെയായിരിക്കും ആദ്യ മത്സരം ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുക. കാരണം സെത്തും വിഷനും തമ്മിലുള്ള സ്റ്റോറി ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിലൂടെ അവസാനിക്കില്ല എന്നുള്ളത് എല്ലാ കൊച്ചുകുട്ടികൾക്കും അറിയുന്ന ഒരു കാര്യമാണ്. അത് തന്നെയാണ് നമുക്ക് കാണാനും സാധ്യതയുള്ളത്. ഇനി മാച്ച് കാർഡ് പ്രഡിക്ഷനിലേക്ക് കടക്കുകയാണെങ്കിൽ ആർക്കാണ് വിജയ സാധ്യത എന്ന് ചോദിച്ചാൽ ഡിസ്ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു എൻഡിങ് പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ബ്രോൺ ബ്രേക്കർ സെത്രോൺസിനെ പരാജയപ്പെടുത്തുന്നതായിട്ട് കാണിച്ചേക്കാം. ബ്രോൺ ബ്രേക്കർ വിജയിക്കുകയാണെങ്കിൽ ദ വിഷൻ എന്ന് പറയുന്ന ടീമിൻ്റെ സഹായം എന്തായാലും ലഭിച്ചേക്കും. അങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ള സ്റ്റോറി ലൈൻ കണ്ടിന്യൂഷൻ കിട്ടുന്ന കുറേയധികം മൊമെൻറ്റ്സിലൂടെയായിരിക്കും ഈ ഒരു മത്സരം മുന്നോട്ടേക്ക് പോകാൻ പോകുന്നത്. നിങ്ങളുടെ പ്രഡിക്ഷൻസ് ആർക്കൊപ്പമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി മെയിൻ ഇവൻറ്റിലായിട്ട് നടക്കാൻ പോകുന്ന അഞ്ചാമത്തെ മത്സരം വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ റോമൻ റെയിൻസും അദ്ദേഹത്തിൻ്റെ കസിൻ കൂടിയായ ജേക്കബ് ഫാറ്റു എന്ന ചലഞ്ചറിനെതിരെ ഡിഫെൻഡ് ചെയ്യുന്ന വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ജേക്കബ് ഫാറ്റു റോയലും സ്മാക്ഡൗണിലും നിറഞ്ഞാടിക്കൊണ്ട് ഈ ഒരു സ്റ്റോറി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ജേക്കബ് ഫാറ്റു മാത്രമല്ല റോമൻ റെയിൻസും ഈ ഒരു സ്റ്റോറി ലൈനിൻ്റെ ഭാഗമായിട്ട് ഫുൾ ടൈം ആക്റ്റീവായിട്ട് റോയിൽ ഉണ്ട്. ഊസോസും ഈ ഒരു സ്റ്റോറി ലൈനിൽ ഇൻവോൾവ് ആണ്. സോളസിക്കോവയും അടക്കം എല്ലാവരും ഈ ബ്ലഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും ഈ ഒരു സ്റ്റോറി ലൈനിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. സോളസിക്കോവ വാക്കുകളിലൂടെ റോമൻ റെയിൻസിനെതിരെ പോകുന്നുണ്ടെങ്കിലും ഡയറക്റ്റ് ഫിസിക്കലായിട്ട് റോമൻ റെയിൻസിനെതിരെ പോയിട്ടില്ല. അപ്പോൾ മെയിൻ ഇവൻറ്റിൽ ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ എന്തും സംഭവിക്കാം. ഊസോസിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കാൻ സാധ്യത എല്ലാവരും കരുതുന്നുണ്ട്. പക്ഷേ എൻ്റെ പ്രഡിക്ഷൻ പ്രകാരം ഊസോസ് ഇടപെടാനുള്ള ഒരു സാധ്യത കുറവാണെന്നാണ് ഞാൻ പറയുകയുള്ളൂ. റോമൻ റെയിൻസും ജേക്കബ് ഫാറ്റുവും നേർക്ക് നേർ ഏറ്റുമുട്ടി റോമൻ റെയിൻസ് ജേക്കബ് ഫാറ്റുവിനെ ക്ലീനായി പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെ എന്തുകൊണ്ട് ട്രൈബൽ ചീഫ് എന്ന് എല്ലാവരും വിളിക്കുന്നു, നമ്മുടെ കുടുംബത്തിൽ തന്നെ ട്രൈബൽ ചീഫായി എല്ലാവരും അംഗീകരിക്കാനുള്ള കാരണം ഇതാണ്, താനാണ് പവർഫുൾ എന്നുള്ളത് ജേക്കബ് ഫാറ്റുവിന് മുന്നിൽ റോമൻ റെയിൻസ് തെളിയിച്ചു കൊടുക്കും. അങ്ങനെ ജേക്കബ് ഫാറ്റുവും റോമൻ റെയിൻസും ഇങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന ഒരു മൊമെൻറ്റിലൂടെ ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റ് അവസാനിച്ചേക്കാം. അതല്ലെങ്കിൽ റോമൻ റെയിൻസിൻ്റെ അടുത്ത എതിരാളി ആരായിരിക്കും എന്നുള്ളത് കാണിച്ചുകൊണ്ട് ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റ് അവസാനിക്കാം. നമുക്ക് അറിയാം റോമൻ റെയിൻസിൻ്റെ ചരിത്രപരമായിട്ടുള്ള ആ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ റണ്ണിൽ റോമൻ റെയിൻസിൻ്റെ ഓരോ മത്സരങ്ങൾ അവസാനിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത എതിരാളി ആരായിരിക്കും എന്നുള്ളത് ആ ഒരു സർപ്രൈസ് മൊമെൻറ്റ് അവർ എപ്പോഴും റിവീൽ ചെയ്യാറുണ്ട്. അത് TKO
അവർ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിന് ശേഷവും ആ ഒരു മൊമെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അപ്പോൾ അതൊരു സർപ്രൈസ് ഒപ്പോണൻ്റ് ആയിരിക്കുമോ അതോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾ തന്നെ ആയിരിക്കുമോ എന്നുള്ളത് ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ തന്നെ കണ്ടറിയാം. എന്തായാലും ജേക്കബ് ഫാറ്റുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അതും ക്ലീനായി റോമൻ റെയിൻസ് പരാജയപ്പെടുത്തുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഗംഭീരമായിട്ടുള്ളൊരു മാച്ച് നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രഡിക്ഷൻസ് ആർക്കൊപ്പമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറക്കരുത്, ഈ ഞായറാഴ്ച മെയ് 10-ാം തീയതി പുലർച്ചെ 3:30 മുതലാണ് ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റ് നെറ്റ്ഫ്ലിക്സിലൂടെ ലൈവ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നെറ്റ്ഫ്ലിക്സ് അല്ലാതെ കാണാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ലൈവ് ലിങ്കുകൾ ലഭിക്കുന്ന ഒരു ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്തുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.